കമ്പനികൾക്കും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനുമാണെന്നുണ്ടെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ ജിസ്ന. അപ്പോൾ നമ്മുടെ ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എക്സാമിന് എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇത് അങ്ങനെ എന്താ പറയുക, എക്സാമിന് അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇനി ചോദിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്. പുതിയ പുതിയ ടോപ്പിക്കുകൾ ഉള്ളതിൽ നിന്ന് തന്നെ ചകഞ്ഞുള്ളിന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മിസ്സ് ഈ ഒരു ടോപ്പിക്ക് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇൻസോൾവെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ എക്സാമിന് ഇൻസോൾവൻസിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പറയാറുണ്ട് ഇൻസോൾവെൻ്റ് ആണ് അല്ലെങ്കിൽ ഇൻസോൾവൻസി. ഇഷ്ടംപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇൻസോൾവെൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? പാപ്പരാവുക അല്ലേ? നമ്മളെല്ലാവരും പറയുന്നത്, ആരെങ്കിലും കടം ചോദിച്ചാൽ നമ്മൾ പറയും, ഞാൻ പാപ്പര. എന്തീ പാപ്പരാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപ്പരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ലാത്ത അവസ്ഥ അല്ല അല്ലേ? 10 പൈസ ഇല്ലാത്ത അവസ്ഥ അല്ല ഒരിക്കലും പാപ്പരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻസോൾവൻസി അതേപോലെ തന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് കുട്ടികളോട് ചോദിക്കും, എന്താണ് ഇൻസോൾവൻസി, എന്താണ് ബാങ്ക്രപ്സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ അത് സെയിം അല്ലേ? ഒരിക്കലും അത് സെയിം അല്ല, രണ്ടും രണ്ടാണ്. ഇൻസോൾവൻസി വേറെയാണ്, ബാങ്ക്രപ്സി വേറെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് ഇൻസോൾവൻസി അല്ലെങ്കിൽ ആരാണ് ഒരു ഇൻസോൾവെൻറ്റ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ബാങ്ക്രപ്സി കോഡിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. The Insolvency and Bankruptcy Code 2016 is an Indian law which creates a consolidated framework that governs insolvency and bankruptcy proceedings for companies, partnership firms and individuals. Okay, അപ്പോൾ അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസോൾവൻസി ആയിക്കോട്ടെ ബാങ്ക്രപ്സി ആയിക്കോട്ടെ ഇതിൻ്റെ ഫോർമാലിറ്റീസ് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങളുടെ നോക്കി നടത്തിപ്പിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ്, ഒരാൾ ഇൻസോൾവെൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ, അതിൻ്റെ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്, ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. പ്രയർ ടു ദി ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഇതിന് മുമ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദ ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് ഫോർ ഇൻസോൾവൻസി ആൻഡ് റീസ്ട്രക്ചറിങ് വാസ് fragmented across multiple legislation. പല ലെജിസ്ലേഷൻസ് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എന്താണ്? ദ കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട്, അതൊരു സംഭവമായിരുന്നു. ദെൻ ദ സിക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് 1985, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണത്? സർഫൈസി ആക്ട് 2002. Then the Recovery of Debt Due to Banks and Financial Institution Act. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ എവിടെ പോയി അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ട് ഒരു കോഡ് കൊണ്ടുവന്നത്. അതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അല്ലെങ്കിൽ IBC കോഡ് 2016 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ഇൻസോൾവൻസി ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അണേബിൾ ടു പേ ദ മണി ഓവ്ഡ് ബൈ എ പേഴ്സൺ ഓർ എ കമ്പനി വെൻ ദേ ഫോൾ ഡ്യൂ ഓൺ ടൈം. നമ്മൾ ഒന്നുകിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി കടം വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തിൽ അത് കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസോൾവൻസി എന്ന് വിളിക്കുന്നത്. കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല. ഇപ്പോൾ ഒരാൾ
ഒരു 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയമായപ്പോൾ അയാളുടെ കയ്യിൽ പൈസ ഇല്ല. ഈ 10 ലക്ഷം രൂപ കൊടുത്ത് തീർക്കാനായിട്ടുള്ള 10 ലക്ഷം രൂപ അയാളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസോൾവൻസി. എപ്പോഴാണോ തൻ്റെ കടം കൊടുത്ത് തീർക്കാമെന്ന് ഒരു ഇൻഡിവിജ്വലോ ഒരു കമ്പനിയോ പറഞ്ഞിരിക്കുന്നത്, ആ സമയത്ത് അത് കൊടുത്ത് തീർക്കാൻ പറ്റാതെയാവുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻസോൾവൻസി മേ ലീഡ്സ് ടു ബാങ്ക്രപ്സി. ഇൻസോൾവൻസി ആണ് എന്തിനിടവരുത്തുന്നത്? ബാങ്ക്രപ്സിയിലേക്ക് വഴി തെളിക്കുന്നത്. ദോസ് ഹൂ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇൻസോൾവൻസി ഈസ് കോൾഡ് ഇൻസോൾവൻറ്റ്. ആരാണോ ഇൻസോൾവൻസി സ്റ്റേജിലുള്ളത് അവരെ പറയുന്ന പേരാണ് ഇൻസോൾവൻറ്റ്. അവരെയാണ് നമ്മൾ ഇൻസോൾവൻറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇൻസോൾവൻസി മെയിനായിട്ട് 2 തരത്തിലാണുള്ളത്. എന്താണ്? ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി ഉണ്ട്. ഫസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി, രണ്ടാമത്തെ ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി. ഫസ്റ്റ് വൺ പറഞ്ഞതാണ് ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി. It occurs when a person or a company does not have enough liquid asset to pay its debt as they fall due. അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ, ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കയ്യിൽ ലിക്വിഡ് അസറ്റ് ഇല്ലാത്ത അവസ്ഥ. ലിക്വിഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ്. ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന അസറ്റ്. എന്തിനു വേണ്ടിയിട്ട്? അയാളുടെ കടം കൊടുത്തു തീർക്കാനായിട്ടുള്ള ലിക്വിഡ് അസറ്റ് ഒരാളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി എന്നാണ് വിളിക്കുന്നത്. ദെൻ രണ്ടാമത്തെ വിളിക്കുന്നതാണ് ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി. It happens when total liabilities exceeds the total asset. ഒരാളുടെ കയ്യിലുള്ള അസറ്റിനേക്കാൾ കൂടുതലാണ് അയാളുടെ ലയബിലിറ്റി എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി എന്നാണ് വിളിക്കുന്നത്. ഒരു കമ്പനിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിലുള്ള അസറ്റിനേക്കാൾ കൂടുതൽ അയാൾക്ക് ലയബിലിറ്റി ഉണ്ട്, അയാൾക്ക് ബാധ്യത ഉണ്ട് എങ്കിൽ അതിനെ ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി എന്നാണ് വിളിക്കുന്നത്. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ ഫേംസ് നെറ്റ് വർത്ത് ഈസ് നെഗറ്റീവ്. അപ്പോൾ എന്താ? ഫേമിൻ്റെ നെറ്റ് വർത്ത് നെഗറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഫേമിന് ലയബിലിറ്റിയാണ് കൂടുതൽ, അസറ്റ് ഉണ്ട്, ഓക്കെ, അസറ്റിനേക്കാൾ കൂടുതലാണ് ലയബിലിറ്റി എന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ബാങ്ക്രപ്സി. അപ്പോൾ എന്താണ് ബാങ്ക്രപ്സി എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ലീഗൽ ഡിക്ലറേഷൻ ബൈ ദ കോർട്ട്. ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്താണ്, നമ്മൾ കോർട്ടിൽ പോയിട്ട് നമ്മൾ ഡിക്ലറേഷൻ വാങ്ങിക്കുകയാണ്. അപ്പോൾ അതെന്തായി മാറി? ബാങ്ക്രപ്സി ആയി മാറി. ലീഗൽ ഡിക്ലറേഷൻ. കോടതി ഒരാളെ ഒഫീഷ്യലായിട്ട് ഇൻസോൾവെൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ബാങ്ക്രപ്റ്റ് ആണ്. ഇറ്റ്സ് എ ലീഗൽ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റഡ് വെൻ എ പേഴ്സൺ ഓർ ബിസിനസ് കനോട്ട് റീപേ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഡെബ്റ്റ്സ് ഓർ ഒബ്ലിഗേഷൻ. ഒരാൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിനോ കടം വാങ്ങിയിട്ട് കൊടുത്തു തീർക്കാമെന്ന് പറഞ്ഞ സമയത്ത് കൊടുത്തു തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോയിട്ട് ഒരു ഡിക്ലറേഷൻ വാങ്ങിക്കാം. അപ്പോൾ ഇവരെന്തായി മാറി? ബാങ്ക്രപ്റ്റ് ആയിട്ട് മാറി. അതിനെയാണ് നമ്മൾ ബാങ്ക്രപ്സി എന്ന് വിളിക്കുന്നത്. ടൈപ്സ് ഓഫ് ബാങ്ക്രപ്സി ജസ്റ്റ് എന്താണെന്ന് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ഇൻഡിവിജ്വൽ ബാങ്ക്രപ്സി, കോർപ്പറേറ്റ് ബാങ്ക്രപ്സി, ഗ്രൂപ്പ് ബാങ്ക്രപ്സി, മാൻഡേറ്റ് ബാങ്ക്രപ്സി. ഇൻഡിവിജ്വൽ ബാങ്ക്രപ്സി എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഇൻഡിവിജ്വൽ ബാങ്ക്രപ്റ്റ് ആയിട്ട് മാറുകയാണ്. കോർപ്പറേറ്റ് ബാങ്ക്രപ്സി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആയിട്ട് മാറുകയാണ്. ഗ്രൂപ്പ് ബാങ്ക്രപ്സി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടി ചേർന്നിട്ട് ബാങ്ക്രപ്റ്റ് ആകുമ്പോൾ അതിനാണ് ഗ്രൂപ്പ് ബാങ്ക്രപ്സി. മാൻഡേറ്റ് ബാങ്ക്രപ്സി എന്ന് പറയുമ്പോൾ സാധാരണ കേസിൽ ഡെപ്റ്റേഴ്സ് ആണ് ബാങ്ക്രപ്റ്റ് ആക്കണമെന്ന് പറയാം. ചില കേസിൽ വേണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിന് തൻ്റെ ഡെപ്റ്റേഴ്സിൻ്റെ പേരിൽ ബാങ്ക്രപ്റ്റ് ആക്കി മാറ്റാം. മനസ്സിലാവുന്നുണ്ടോ? ചില കേസിൽ ഈ ബാങ്ക്രപ്സി വേണമെന്നുള്ളത് ഡെപ്റ്ററിന് പകരമായിട്ട് ക്രെഡിറ്റർ വാങ്ങിക്കുന്നു. അതിനെയാണ് നമ്മൾ മാൻഡേറ്റ് ബാങ്ക്രപ്സി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ ഹിസ്റ്ററി. നമുക്ക് ഇത് ഇങ്ങനെ വന്നേ നോക്കാം. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ക്രിയേറ്റഡ് എ ബാങ്ക്രപ്സി ലെജിസ്ലേറ്റീവ് റിഫോംസ് കമ്മിറ്റി
ഓഗസ്റ്റ് 22, 2014. നമ്മൾ ഓഗസ്റ്റ് 22, 2014 മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഒരു ബാങ്ക്രപ്സി ലെജിസ്ലേറ്റീവ് റിഫോംസ് കമ്മിറ്റി ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഓരോ വിഭാഗത്തിൻ്റെയും പല പല സെക്ഷൻസ് ആയിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട്, പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് വേണം, അല്ലെങ്കിൽ ഒരു അതോറിറ്റി വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ ബാങ്ക്രപ്സി ലെജിസ്ലേറ്റീവ് റിഫോംസ് കമ്മിറ്റി ഫോം ചെയ്തത് 2014 ഓഗസ്റ്റ് 22. Then ഇത് ഹെഡ് ചെയ്തിരുന്നത്, ഇറ്റ് വാസ് ഹെഡഡ് ബൈ TK വിശ്വനാഥൻ. ഇത് ഹെഡ് ചെയ്തിരുന്നത് TK വിശ്വനാഥൻ ആയിരുന്നു. ഇതിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 2015 നവംബർ 15. ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 2015 നവംബർ 15 ലോക്സഭ ബില്ല് പാസ്സാക്കിയത് മെയ് 5, 2016. മെയ് 5, 2016 ലോക്സഭ ബില്ല് പാസ്സാക്കിയത്. പ്രസിഡന്റ് ഇതിൽ സൈൻ ചെയ്ത് ഇത് നിലവിൽ വന്നത് 28 മെയ് 2016. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്നത്. ഇതിൽ 255 സെക്ഷൻസ്, 255 സെക്ഷൻസ് ആൻഡ് 11 ഷെഡ്യൂൾസ്, 255 സെക്ഷൻസും 11 ഷെഡ്യൂളുകളുമാണ് എവിടെയുള്ളത്? നമ്മുടെ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 255 സെക്ഷൻസും 11 ഷെഡ്യൂളുകളുമാണ് ഇവിടെ ഉള്ളത്. ദെൻ IBC applies to companies, partnership and individuals. ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് കമ്പനികൾക്ക് അപ്ലിക്കബിൾ ആണ്, പാർട്ട്ണർഷിപ്പിന് അപ്ലിക്കബിൾ ആണ്, ഇൻഡിവിജ്വൽസിന് അപ്ലിക്കബിൾ ആണ്. പക്ഷേ എവിടെ അപ്ലിക്കബിൾ അല്ല? നമുക്ക് ബാങ്കുകൾക്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ എന്ത് അപ്ലിക്കബിൾ അല്ല? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അപ്ലിക്കബിൾ അല്ല. ഓർത്ത് വെക്കുക കേട്ടോ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ബാങ്കുകൾക്കോ എന്ത് അപ്ലിക്കബിൾ അല്ല? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അപ്ലിക്കബിൾ അല്ല. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, അതേപോലെയുള്ള സംഭവങ്ങൾക്കൊന്നും എന്ത് അപ്ലിക്കബിൾ അല്ല? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അപ്ലിക്കബിൾ അല്ല. ദെൻ അതേപോലെ തന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇൻസോൾവൻസി പ്രൊസീഡിങ്സിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ടിന് മാത്രമാണ് ഇതിന് ഈ ഒരു പ്രൊസീഡിങ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓർത്ത് വയ്ക്കുക, 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ടിന് മാത്രമാണ് ഇൻസോൾവൻസി പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതും ഓർത്ത് വയ്ക്കുക. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ടൈം ബൗണ്ട് പ്രോസസ് ടു റിസോൾവ് ഇൻസോൾവൻസി. ഇത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസോൾവെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാനല്ല. എന്താണ്? ഇൻസോൾവെൻ്റ് ആയി ഇതിൻ്റെ പേ തിരിച്ചു കൊടുത്തു തീർക്കാനായിട്ട് കുറച്ച് സമയം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇൻസോൾവെൻ്റ് ആയിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കോർട്ടിൽ പോയിട്ട് ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നത്? ഇത് ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് വീട്ടിലിരിക്കാനല്ല, ഇത് കൊടുത്തു തീർക്കാനായിട്ട് കുറച്ച് സമയം അനുവദിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇൻസോൾവൻസി ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ടൈം ബൗണ്ട് പ്രോസസ് ടു റിസോൾവ് ഇൻസോൾവൻസി. കുറച്ച് സമയം നമുക്ക് അനുവദിച്ചു തരും ഈ പൈസ അല്ലെങ്കിൽ കടം കൊടുത്തു തീർക്കാനായിട്ട്. അണ്ടർ IBC, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ ബോത്ത് ക്യാൻ സ്റ്റാർട്ട് റിക്കവറി പ്രൊസീഡിങ്സ് എഗെയിൻസ്റ്റ് ഈച്ച്. ഇപ്പോൾ നമുക്ക് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പ്രകാരം ഡെപ്റ്റർക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാൻ നമ്മൾ പറഞ്ഞല്ലോ. മാൻഡേറ്റ് ബാങ്ക്രപ്സി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ക്രെഡിറ്റർ ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നതാണ് മാൻഡേറ്റ് ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ, IBBI. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ട് വന്നേന്ന് നോക്കാം. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ
ബോർഡ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1st October 2016. ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പ്രകാരം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അതോറിറ്റി വേണം അല്ലേ. ഇത് വെറുതെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചാൽ പോരാ, അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടും ഒരു അതോറിറ്റി വേണം. അതിനു വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഫോം ചെയ്തത് October 1, 2016 ഇത് ഫോം ചെയ്തു. October 1, 2016. ഇറ്റ് ഈസ് എ റെഗുലേറ്ററി ബോഡി that oversees the process related to bankruptcy and insolvency. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഇറ്റ്സ് എ റെഗുലേറ്ററി ബോഡി. ഇതൊരു റെഗുലേറ്ററി ബോഡിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓവർസീസ് ദ പ്രോസസ്. ബാങ്ക്രപ്സിയുടെ ആയാലും ഇൻസോൾവൻസിയുടെ ആയാലും പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് IBBI എന്ന് പറയുന്നത്. ഓക്കെ, IBBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് IBBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതിലെ മെമ്പേഴ്സിൻ്റെ ടേം 5 years or 65 years, whichever is less. ഇപ്പോൾ ഇതിൻ്റെ ടേം വരുന്നത് 5 വർഷം അല്ല എന്നുണ്ടെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യം വരുന്നത് അത്. ഓക്കെ, ഇതിൽ ടോട്ടൽ 10 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇതിൽ ടോട്ടൽ 10 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. ഇതിൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. 10 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. അതിൽ ഒരു ചെയർമാൻ, 3 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിന്റ് സെക്രട്ടറി. ഈ 3 മെമ്പേഴ്സിൻ്റെയും റാങ്ക് എന്ന് പറയുന്നത് ജോയിന്റ് സെക്രട്ടറിയിലേക്കാൾ താഴെയല്ലാത്ത റാങ്കുള്ള 3 മെമ്പേഴ്സ്. അവർ ഓരോരുത്തരും റെപ്രസെൻറ്റിങ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടും ലോയിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടും കോർപ്പറേറ്റ് അഫയേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുമുള്ള 3 ആൾക്കാർ. നമ്മളപ്പോൾ പറയുന്നത് ടോട്ടൽ 10 മെമ്പേഴ്സാണുള്ളത്. അതിൽ ഒരാൾ ചെയർമാൻ ആയിരിക്കും. ദെൻ വേറെ 3 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. 3 മെമ്പേഴ്സിൻ്റെയും റാങ്ക് എന്ന് പറയുന്നത് ജോയിന്റ് സെക്രട്ടറിയിൽ താഴെയല്ലാത്തതോ ഈക്വലൻറ്റോ ആയിട്ടുള്ള റോള് ഉള്ള ആളായിരിക്കണം. ഈ 3 ആൾക്കാരും എന്തിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും ഒന്നുകിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഒരാൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്നും, ഒരാൾ ലോയിൽ നിന്നും, ഒരാൾ കോർപ്പറേറ്റ് അഫയേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള 3 ആൾക്കാർ. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പർ, 1 member ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നോമിനേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 5 members നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ടോട്ടൽ 5 മെമ്പേഴ്സ് ഉണ്ട്. അത് നോമിനേറ്റ് ചെയ്യുന്നത് ആരാ? സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 5 മെമ്പേഴ്സ്, ഔട്ട് ഓഫ് വിച്ച് 3 are ഓൾ ടൈം മെമ്പേഴ്സ്. ഈ 5 മെമ്പേഴ്സിൽ 3 ആൾക്കാർ ഓൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ എത്രയായി? ടോട്ടൽ 10 മെമ്പേഴ്സ് ആയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ IBBIയുടെ ബോർഡിലുള്ള ആൾക്കാരുടെ യോഗ്യതയെ പറ്റി പറഞ്ഞത്. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു 5 വർഷം അല്ല എന്നുണ്ടെങ്കിൽ 65 വയസ്സ്. ഏതാണോ ചെറുത് അല്ലെങ്കിൽ ഏതാണോ ആദ്യം വരുന്നത് അതാണ് അവരുടെ ടേം എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നമ്മൾ പറഞ്ഞു IBBI എന്ന് പറയുമ്പോൾ ഒരു ബോർഡാണ് അല്ലേ. ഇപ്പോൾ ഇൻസോൾവെൻ്റ് ആയ ഒരാൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കൊരു അപ്ലിക്കേഷൻ കൊടുക്കണം, ഈ ബോർഡിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം. ഇത് ചെയ്യാനായിട്ട് ഒരു ഇൻഡിവിജ്വലിന് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇവരെ പറഞ്ഞു കൊടുക്കാനും ഇവരെ പഠിപ്പിച്ചു കൊടുക്കാനും ഇവരെ ഹെൽപ്പ് ചെയ്യാനുമുള്ള ഒരു ആൾക്കാരെയാണ് നമ്മൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആണ് ഇൻഡിവിജ്വൽസിനെ ഇതിൻ്റെ പ്രൊസീഡിങ്സിന് സഹായിക്കുന്നത്. എന്ന് കൊടുക്കണം അപ്ലിക്കേഷൻ, എന്തൊക്കെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻഡിവിജ്വലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. ഓക്കെ, അപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഈസ് എ ലൈസൻസ്ഡ് ഇൻഡിവിജ്വൽസ് ഹു ഈസ് ഓഥറൈസ്ഡ് ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ഡെപ്റ്റേഴ്സ്, creditors or other shareholders in the resolution of insolvency and bankruptcy cases. ഈ കേസിൽ ഡെപ്റ്റർ ആയിക്കോട്ടെ, ക്രെഡിറ്റർ ആയിക്കോട്ടെ, ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ഈ പ്രൊസീഡിങ്സിൽ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്ന ഏജൻസിനെയാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ?
Then their duty is to managing and overseeing the insolvency resolution process, ensuring that it is conducted efficiently, legally and fairly. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്താ? ഇത് കറക്റ്റായിട്ട് ലീഗലി ആണോ നടക്കുന്നത്, കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഈ പ്രൊസീഡിങ്സ് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ് ആരുടെ ജോലി? ഇൻസോൾവൻസി പ്രൊഫഷണൽസിൻ്റെ ജോലി. അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മിസ് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത പറഞ്ഞു തരികയാണ്. സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൂണിൽ എക്സാം എഴുതാൻ പോവുകയാണ് എല്ലാവരും അല്ലേ. അപ്പോൾ ജൂണിൽ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻട്രി നല്ലൊരു ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ എൻട്രിയുടെ ഫാക്കൽറ്റീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ധാരാളം ഫാക്കൽറ്റീസ്, എല്ലാ ഫാക്കൽറ്റി ആയിക്കോട്ടെ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമ്മുടെ എൻട്രിയിലുള്ളത്. എല്ലാ ഫാക്കൽറ്റീസും അടിപൊളിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്ത ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള മെൻറ്റേഴ്സ്, ഇവിടുത്തെ മെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്പോട്ടിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്ന മെൻറ്റേഴ്സ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് സെഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ ഡെയിലി നിങ്ങൾക്ക് ലൈവ് സെഷൻ ഉണ്ട്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ പോകുമ്പോഴോ, നിങ്ങൾക്ക് ബസ്സിലിരിക്കുമ്പോഴോ, ട്രാവലിങ്ങിൻ്റെ ടൈമിലൊക്കെ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് ഈ ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സുകൾ കേൾക്കാം. അത് കഴിഞ്ഞ് രാത്രി ആയിരിക്കും സാധാരണ കേസിൽ ഡെയിലി ലൈവുകൾ ഉണ്ടായിരിക്കുക. ഈ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് അന്ന് കേട്ട റെക്കോർഡഡ് ക്ലാസ്സിൽ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ആ മെൻറ്റേഴ്സിനോട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ റേറ്റ്സ് ആണ്. 100% റിസൾട്ട് ഓറിയൻറ്റഡ് ബാച്ചാണ്. അടുത്തത് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ബാച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ബാച്ച് ആയതുകൊണ്ട് തന്നെ ഈ എക്സാമിന് തന്നെ നമ്മൾ എല്ലാവരും ക്ലിയർ ചെയ്യണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, സപ്പോസ് നിങ്ങൾ ഈ എക്സാമിന് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ലൈഫ് ടൈം നിങ്ങൾ എന്നാണോ എക്സാമിന് ക്ലിയർ ചെയ്യുന്നത് അന്ന് വരെ നിങ്ങൾക്കിവിടെ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്താ, എക്സാമിന് ക്ലിയർ ചെയ്തില്ല, എക്സാമിന് നിങ്ങൾ റിസൾട്ടിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. എന്താ ചെയ്യുക, നമുക്ക് നിങ്ങൾ എന്നാണോ നിങ്ങൾ എക്സാമിന് ക്ലിയർ ചെയ്യുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. പക്ഷേ 2 കണ്ടീഷൻസ് പറയുന്നത്, സിമ്പിളായിട്ടുള്ള കണ്ടീഷൻസ് എന്താ പറയുന്നത്, 85% ലൈവ് അറ്റൻഡൻസ്. നമ്മൾ പറഞ്ഞു മൺഡേ ടു ഫ്രൈഡേ ഇവിടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്, അവിടെ 85% അറ്റൻഡൻസ് വേണം. അതേപോലെ തന്നെ 85%, 85% ടാസ്ക് കംപ്ലീഷൻ. നമ്മളിപ്പോൾ ടാസ്കുകൾ കൊടുക്കും കുട്ടികൾക്ക്, എക്സാമോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റഡി പ്ലാനിലോ പ്രകാരം കുറേ ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. അതും അപ്പോൾ രണ്ടും 85% അക്കംപ്ലിഷ് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അപ് ടു ദി എൻഡ് നിങ്ങൾ എന്നാണോ എക്സാമിൽ റിസൾട്ടിൽ വരുന്നത് അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുന്നത് അന്ന് വരെ ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്കിനി മിസ് പറഞ്ഞല്ലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7736122215 എന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ അവൈലബിൾ ആണ്, ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പം ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആരാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നോക്കാനുള്ളത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് ഒരു അതോറിറ്റി വേണം അല്ലേ. അപ്പോൾ there are 2 separate tribunals to oversee the process of insolvency resolution for individuals and companies. ഇവിടെ 2 ട്രിബ്യൂണൽസ് ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട്. നിയമപരമായിട്ട് 2 ട്രിബ്യൂണൽസ് ഉണ്ട്. അത് ആരൊക്കെയാന്ന് നോക്കാം. ഫോർ കമ്പനീസ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, കമ്പനികൾക്കും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനും ആണെന്നുണ്ടെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്?
നമ്മളിതിൻ്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളാണെന്നുണ്ടെങ്കിലും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ NCLT-നെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അതേസമയം ഇൻഡിവിജ്വൽസും പാർട്ട്ണർഷിപ്പും ആണെന്നുണ്ടെങ്കിൽ അവർ DRT-നെ അപ്രോച്ച് ചെയ്യുക, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 2 അതോറിറ്റി ഓക്കെ അല്ലേ. എന്താണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആർക്കൊക്കെ? കമ്പനികൾക്കും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനും. ഇൻഡിവിജ്വൽസിനും പാർട്ട്ണർഷിപ്പ് എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനും ആണെങ്കിൽ NCLT-യും, ഇൻഡിവിജ്വൽസിനും നോർമൽ പാർട്ട്ണർഷിപ്പിനും ആണെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ദെൻ അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹർജി എന്നൊക്കെ പറയാം, അതാണ് പറയാം. അപ്പോൾ ഓക്കെ, ദ അപ്ലിക്കേഷൻ ഫോർ ഇൻസോൾവൻസി ഈസ് സബ്മിറ്റഡ് ടു ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ബൈ ഡെപ്റ്റേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഈ അപ്ലിക്കേഷൻ ഡെപ്റ്റേഴ്സിന് കൊടുക്കാം, ക്രെഡിറ്റേഴ്സിനും കൊടുക്കാം. ദ മാക്സിമം ടൈം അലൗഡ് ടു ഐദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ അപ്ലിക്കേഷൻ ഈസ് 14 days. ഇപ്പോൾ നമ്മൾ 2 അതോറിറ്റി ട്രിബ്യൂണൽ പഠിച്ചു അല്ലേ. ഈ ട്രിബ്യൂണൽസിന് അപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കാം. 14 ദിവസത്തിനുള്ളിൽ, ഇപ്പം ഞാനൊരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ ഈ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുത്തിരിക്കണം. ആര്? ഈ ട്രിബ്യൂണൽസ്. അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ ഈ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ട്രിബ്യൂണൽ ഡിസൈഡ് ചെയ്തിരിക്കണം. ഇഫ് ദ അപ്ലിക്കേഷൻ ഈസ് ആക്സെപ്റ്റഡ് ദ ട്രിബ്യൂണൽ ഹാസ് ടു അപ്പോയിന്റ് ആൻ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ. ഇപ്പോൾ ഈ അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യും? ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യും. ഈ പ്രൊസീഡിങ്സിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യും. വിത്തിൻ 14 days, 14 ദിവസത്തിനുള്ളിൽ ഈ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്ത് 14 ദിവസം എന്ന് പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡിസിഷൻ എടുക്കാനാണ്. ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കാനാണ് 14 ദിവസം. സപ്പോസ് ആക്സെപ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്ലോസ് നോക്കുക, 14 ദിവസത്തിനുള്ളിൽ ആരെ അപ്പോയിന്റ് ചെയ്യും? ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് മാക്സിമം 30 ദിവസത്തേക്കാണ്. അതിനുള്ളിൽ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ ഡ്യൂട്ടി. ക്ലിയർ ആയല്ലോ? മാക്സിമം ടൈം ലിമിറ്റ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് റെസൊല്യൂഷൻ പ്ലാൻ ഈസ് 330 days. അതായത് 330 ദിവസത്തിനുള്ളിൽ എന്നാണോ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതെന്ന് പറയുമ്പോൾ എന്നാണോ അവർ ആക്സെപ്റ്റ് ചെയ്തത്. നമ്മളൊരു 14 ദിവസം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ 14 ദിവസത്തിനുള്ളിൽ ഒന്നുകിലും അവർ ആക്സെപ്റ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. എന്നാണോ അവർ ആക്സെപ്റ്റ് ചെയ്ത് അതും കൂടെ കൂട്ടി 330 ദിവസമാണ് മാക്സിമം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലാവധി പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഫോം ചെയ്ത സമയത്ത് ഇതിൻ്റെ പീരീഡ് 180 days ആയിരുന്നു, 180 ദിവസമായിരുന്നു. പിന്നീട് 2019 അമെൻമെന്റ് പ്രകാരമാണ് ഈ ദിവസം 330 എന്നുള്ളതാക്കി മാറ്റിയത്. ഈ 180 ദിവസം എന്നുള്ളത് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ട്, 90 ദിവസം. ഇവിടെയും ഒരു എക്സ്റ്റൻഷൻ 90 ദിവസം കൊടുക്കുന്നുണ്ട്. വിത്ത് എ കണ്ടീഷൻ ദാറ്റ്, ഒരു കണ്ടീഷനോട് കൂടി നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ 75% ആൾക്കാർ, ചിലപ്പോൾ ഒരാളായിരിക്കില്ല, കുറേ ആൾക്കാരുടെ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സിൽ 75% ആൾക്കാർ ഇതിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ 90 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 180 ദിവസത്തിനുള്ളിൽ പറ്റില്ല, പോട്ടെ കുഴപ്പമില്ല, ഒരു 90 ദിവസം കൂടെ കൊടുത്തേക്കൂ എന്ന് ആര് സമ്മതിക്കണം? ക്രെഡിറ്റേഴ്സിലെ 75% ആൾക്കാരെങ്കിലും സമ്മതിച്ചാൽ എന്ത് ചെയ്യാം? ഈ 180 ദിവസത്തോടു കൂടി 90 ഡേയ്സും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല, 330 ദിവസമാണ്, 330 days ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 90 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മുടെ പ്രൊസീഡിങ്സിൽ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറയാം. അപ്പോൾ എന്താണ് ഇൻസോൾവൻസി കോഡ് എന്ന് പറയണത്? ഇൻസോൾവൻസി കോഡ് 2016 ഫോം ചെയ്തത്. അറിയാലോ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് എല്ലാം വേണ്ടിയിട്ട് ഒരൊറ്റ അതോറിറ്റി, ഒരു നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ഫോം ചെയ്തത്. പണ്ടുള്ള സമയത്ത് അല്ല, ഇതിന് മുമ്പായിട്ട് പല അതോറിറ്റീസാണ്, അതായത് സെബി, അതുപോലെ തന്നെ എന്താ പറയുക, കമ്പനീസ് ആക്ട്, സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട്, അങ്ങനെയുള്ള സർഫേസി ആക്ട്, ഇതെല്ലാമാണ് ഇത് നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനെല്ലാം കൂടി ഒറ്റ ഫ്രെയിം വർക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഫോം ചെയ്തത്. ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരാൾക്ക് അയാളുടെ പറഞ്ഞിരുന്ന സമയത്ത് അയാളുടെ കടം കൊടുത്ത് തീർക്കാൻ പറ്റാത്ത അവസ്ഥയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസോൾവൻസി എന്ന് വിളിക്കുന്നത്. ഇൻസോൾവൻസിയാണ് എന്തിലേക്ക് വഴിതെളിക്കുന്നത്? ബാങ്ക്രപ്സിയിലേക്ക് വഴിതെളിക്കുന്നത്. ദെൻ ഇൻസോൾവൻസി 2 തരത്തിലുണ്ട്. ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി ഉണ്ട്. ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ എന്താ? ഒരാൾക്ക് അയാളുടെ ലിക്വിഡ് അസറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, എന്നാണ് കൊടുത്ത് തീർക്കാമെന്ന് പറഞ്ഞിരുന്നത്, ആ സമയത്ത് അയാളുടെ കയ്യിൽ ലിക്വിഡ് അസറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി എന്ന് പറയുന്നു. ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ എന്താ? ഒരാളുടെ അസറ്റിനേക്കാൾ കൂടുതൽ ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി എന്നാണ് പറയുന്നത്. ബാങ്ക്രപ്സി എന്ന് പറയുമ്പോൾ ഒരാൾ ഇൻസോൾവൻ്റ് ആയി, കോടതി ഉറപ്പ് വരുത്തുമ്പോൾ, അല്ലെങ്കിൽ ലീഗൽ ഡിക്ലറേഷൻ വരുമ്പോൾ അതെന്തായി മാറി? ബാങ്ക്രപ്സി ആയിട്ട് മാറി. പലതരത്തിലുള്ള ബാങ്ക്രപ്സി ഉണ്ട്. ഇൻഡിവിജ്വൽ ബാങ്ക്രപ്സി, കോർപ്പറേറ്റ് ബാങ്ക്രപ്സി, ഗ്രൂപ്പ് ബാങ്ക്രപ്സി, മാൻഡേറ്റ് ബാങ്ക്രപ്സി. ഓക്കെ, മാൻഡേറ്റ് ബാങ്ക്രപ്സി എന്ന് പറയുമ്പോൾ ക്രെഡിറ്റർ തന്നെ ഡെപ്റ്ററുടെ പേരിൽ ബാങ്ക്രപ്സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ മാൻഡേറ്റ് ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. ഹിസ്റ്ററി പറയുമ്പോൾ 2014 ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. ഹെഡ് ചെയ്തിരുന്ന TK വിശ്വനാഥനാണ്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 2015 ലോക്സഭ പാസ്സാക്കിയത് 2016 മെയ്യിലാണ്. നിലവിൽ വന്നത് മെയ് 28, 2016. ആ വർഷം ഓർത്തു വയ്ക്കുക, ദിവസം ഓർത്തു വയ്ക്കുക. ദെൻ കമ്പനീസിന്, പാർട്ട്ണർഷിപ്പിന്, ഇൻഡിവിജ്വൽസിന് എല്ലാം അപ്ലിക്കബിൾ ആണ്. IBC ആർക്ക് അപ്ലിക്കബിൾ അല്ല? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്, ഫിനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾക്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ഇൻഷുറൻസ് കമ്പനീസിന്, ഷെയർ ട്രേഡിംഗ് നടത്തുന്ന കമ്പനികൾക്കൊന്നും എന്ത് അപ്ലിക്കബിൾ അല്ല? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അപ്ലിക്കബിൾ അല്ല. ദെൻ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് October 1, 2016. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ വേണ്ടിയിട്ട്, ഈ പ്രോസസ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് IBBI സ്റ്റാർട്ട് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇവരെ മെമ്പേഴ്സിൻ്റെ ടേം വരുന്നത് 5 വർഷം തുടങ്ങി 65 വയസ്സ് വരെയാണ്. ബോർഡിൽ 10 മെമ്പേഴ്സാണുള്ളത്. ഒരു ചെയർമാൻ ഉണ്ട്, 3 മെമ്പേഴ്സ് ഉണ്ട്. 3 മെമ്പേഴ്സിൻ്റെ റാങ്ക് പറയുന്നത് ജോയിൻറ്റ് സെക്രട്ടറിയോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതിൽ താഴെയുള്ള റാങ്ക് ആവാൻ പാടില്ല. ഇവർ 3 ആൾക്കാരും ആരെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം? മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്ത ഒരാൾ, ലോയിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ആൾ, കോർപ്പറേറ്റ് അഫയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരാൾ, ഒരു മെമ്പർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന ആൾ, 5 മെമ്പേഴ്സ് നോമിനേറ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 5 മെമ്പേഴ്സ് ഉണ്ട്. ഔട്ട് ഓഫ് വിച്ച് ഇതിൽ 3 ആൾക്കാർ ഹോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. പിന്നെ നമ്മൾ IPS എന്ന് പറയുമ്പോൾ എന്താ? ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. എന്താ അത്? ഇൻസോൾവൻസി ഇതിൻ്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് പബ്ലിക്കിനെ, ഡെപ്റ്റേഴ്സിനെയോ ക്രെഡിറ്റേഴ്സിനെയോ എല്ലാം ഷെയർ ഹോൾഡേഴ്സിനെയോ എല്ലാം അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി 2 ഉണ്ട്. കമ്പനീസിനും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനും ആണെന്നുണ്ടെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും, ഇൻഡിവിജ്വൽസിനും പാർട്ണർഷിപ്പും ആണെങ്കിൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലും ആണ് വരുന്നത്. ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ അതിനെ ഡിസൈഡ് ചെയ്തിരിക്കണം. സപ്പോസ് അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യും. എത്ര ദിവസത്തിനുള്ളിൽ? 14 ദിവസത്തിനുള്ളിൽ. ഇയാളെ അപ്പോയിന്റ് ചെയ്യുന്നത് 30 ദിവസത്തേക്കായിരിക്കും. ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. മാക്സിമം എത്ര ദിവസത്തിനുള്ളിൽ? 330 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ പൈസ പേയ്മെൻറ്റ്, അതായത് ഡെപ്റ്റർ കടെല്ലാം കൊടുത്ത് തീർത്തിരിക്കണം എന്നാണ് പറയുന്നത്. തുടങ്ങിയ സമയത്ത് 180 ദിവസമായിരുന്നു, പിന്നീടാണ് 330 ദിവസമായത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ 90 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം, ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ക്രെഡിറ്റേഴ്സിൽ 75% പേര് ഇതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക്
നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ മിസ് പറഞ്ഞത് മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 7736122215 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. അടുത്ത ഓഫർ നമ്മൾ മറക്കണ്ട, എക്സാം ഓറിയൻറ്റഡ് ബാച്ചിൻ്റെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആരും മിസ്സാക്കരുത്. എല്ലാവരും പെട്ടെന്ന് തന്നെ എൻട്രിയിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.